ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ പഞ്ചാബിൽ ഒരു പഞ്ചനക്ഷത്ര ബംഗ്ലാവ് അനുവദിച്ചു. കേട്ടിരുന്നു സാർ അത്? അതായത് അവിടുത്തെ മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ ആപ്പിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആപ്പിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കെജ്രിവാൾ പറഞ്ഞത് കേൾക്കാനല്ലേ പറ്റൂ. അത്രേ ഉള്ളൂ. ഒരു അടിമ ജീവിതമല്ലേ, ആട് ജീവിതം. അപ്പോൾ അതുകൊണ്ട് ഒരു സപ്ത നക്ഷത്ര, പഞ്ചനക്ഷത്രമൊക്കെ ഔട്ടായി ഒരു സപ്ത നക്ഷത്ര ബംഗ്ലാവ് ചണ്ഡീഗഡിലെ സെക്ടർ 2 അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആകാശ ചിത്രം ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രത്യേക കോട്ടയിൽ ഇത് അനുവദിച്ചിരിക്കുന്നു എന്നാണ് വാർത്തകൾ. അപ്പോൾ BJP പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ സാധാരണക്കാരൻ കാണുന്നത് വീണ്ടും ഒരു ശീഷ് മഹൽ ആണ് ഈ കാണുന്നത്. മുമ്പൊരു 452 കോടി രൂപ ചെലവാക്കി പുനരുദ്ധരിച്ച ഒരു ശീഷ് മഹലിൻ്റെ കഥയില്ലേ ഡൽഹിയിൽ. ശീഷ് മഹൽ എന്ന് പറഞ്ഞാൽ കണ്ണാടി ബംഗ്ലാവ്. അപ്പോൾ അത് വലിയ വിവാദ ഒക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നീടും ഇപ്പോഴും അതിൻ്റെ കണക്കുകളൊക്കെ വരുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന്. അത് ഞാൻ അവസാനം പറയാം. വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇയാൾ ചണ്ഡീഗഡിലാണ് താമസം, കെജ്രിവാൾ. എന്നിട്ട് പഞ്ചാബിൻ്റെ സൂപ്പർ മുഖ്യമന്ത്രിയായി ചമയാണ്. മറ്റേയാൾ ഈ ഭഗവന്ത് സിംഗ് മാൻ എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുക, മദ്യപാന പശ്ചാത്തലമുള്ള ആളാണ്. ശരിക്കും അഡിക്റ്റ് ആയിരുന്ന ഒരാളാണ്. പിന്നെ തിരിച്ച് വന്നിരുന്നു എന്നൊക്കെ കേൾവി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയില്ല. അപ്പോൾ ഡൽഹിയിൽ ശീഷ് മഹൽ ഇയാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വേറൊരു ആഡംബര ബംഗ്ലാവ് ഇപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നു. ആഡംബരം വിട്ടൊരു കളി ഇല്ല കെജ്രിവാളിനില്ല. അപ്പോൾ ഈ ആപ്പ് ഇത് തള്ളിക്കളഞ്ഞു, ഈ ആരോപണം. എന്നിട്ട് ഒരു മുടന്തൻ ന്യായമാണ് ആപ്പ് പറയുന്നത്. BJP ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്റർ കൊണ്ടുവരട്ടെ. കെജ്രിവാളിന് ഇത് അലോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത് എവിടെയെങ്കിലും കാണുമോ? ഇല്ലേ? ആരെങ്കിലും അങ്ങനെ നിയമപരമായിട്ട് ചെയ്യുമോ? വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഔദ്യോഗിക വസതി പോലെ കൊടുക്കുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഒരു PPD എന്ന് പറയുന്ന സംഭവമാണത്. BJPയുടെ വ്യാജ കഥകളിലൊന്നാണ് ഇതെന്ന് ആപ്പ് പറയുന്നു. ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത് മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൻ്റെതാണ് എന്നാണ് ആപ്പിൻ്റെ വാദം, ഭഗവന്ത് സിംഗ് മാൻ്റെ വാദം. അത് സ്വാതി മാലിവാളില്ലേ, സ്വാതി മാലിവാളിനെ ഇയാളുടെ ഓഫീസിലിട്ട് തല്ലിയില്ലേ ഇയാളുടെ PA അരവിന്ദ് കെജ്രിവാൾ. സ്വാതി മാലിവാൾ രാജ്യസഭാംഗമാണ്. അത് ക്യാമ്പ് ഓഫീസ് ആണെങ്കിൽ അവരുടെ ചോദ്യം ഇതാണ്, ക്യാമ്പ് ഓഫീസിലാണെങ്കിൽ അതെന്തുകൊണ്ട് അകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നു? എന്തുകൊണ്ട് അങ്ങോട്ട് ജനങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല? രഹസ്യങ്ങൾ ഒരുപാടുണ്ട്. അവിടെ രഹസ്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം ആളുകൾ തുറന്നാൽ അകത്ത് കയറിയാൽ അവിടെ കെജ്രിവാളിനെയാണ് കാണുക. കെജ്രിവാൾ ഭഗവന്ത് സിംഗ് മാനെയൊക്കെ വിളിച്ച് ചർച്ച നടത്തുന്ന സ്ഥലമാണത്. എന്ന് പറഞ്ഞാൽ ശരിക്കും സൂപ്പർ മുഖ്യമന്ത്രിയാണ് അവിടെ കെജ്രിവാൾ. അപ്പോൾ ഡൽഹിയിലത്തെ ഇപ്പോൾ എയർ ക്വാളിറ്റി ഇല്ലേ, ശുദ്ധവായു അവിടെ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ക്ലൗഡ് സീഡിംഗ് ഒക്കെ നടത്തി നോക്കിയിരുന്നല്ലോ. വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. 10-50 കോടി രൂപയോ ഒക്കെ ചിലവാക്കിയിട്ട് ക്ലൗഡ് സീഡിംഗ് നടത്തി ഗുണമുണ്ടായില്ല. യമുന വൃത്തിയാക്കുന്ന പരിപാടികൾ നടക്കുന്നു. പിന്നെ ചാട്ട് പൂജ ഇല്ലേ, ഇങ്ങനെ അതിൻ്റെ അകത്തൊക്കെ BJP വ്യാപൃതരായതുകൊണ്ടാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതെന്നൊക്കെയാണ് ആപ്പ് പറയുന്നത്. ഇയാൾക്ക് ഡൽഹിയിലെ 6 ഫ്ലാഗ്സ്റ്റാഫ് റോഡിലാണ് നേരത്തെ ശീഷ് മഹൽ ഉണ്ടായിരുന്നത്. ഫ്ലാഗ്സ്റ്റാഫ് റോഡിലെ 6-ാം നമ്പർ വസതി 45 കോടി രൂപയോളം അവിടെ ചിലവാക്കി മറ്റേ റിനോവേഷൻ പുനരുദ്ധരിക്കാൻ. ഇപ്പോൾ ട്രംപൊക്കെ ചെയ്യുന്നില്ലേ, വൈറ്റ് ഹൗസിൻ്റെ കിഴക്ക് വശം ഇടിച്ചിട്ട് മറ്റേ നൃത്തശാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പുതിയ ബാത്റൂം അവിടെ വെച്ചതിൻ്റെ ചിത്രമൊക്കെ ട്രംപ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. കറുപ്പും വെളുപ്പും മാർബിളൊക്കെ ഇട്ടത്. അപ്പോൾ സ്വാതി മാലിവാൾ പറയുന്നത് ആപ്പ് സർക്കാർ പഞ്ചാബിൽ സർക്കാരിൻ്റെ സ്വത്ത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആപ്പ് നേതാക്കൾക്ക് വസതി കൊടുത്തിട്ടുണ്ട്
ഇയാൾക്ക് മാത്രമല്ല, കെജ്രിവാളിന് മാത്രമല്ല, മനീഷ് സിസോദിയക്ക് കൊടുത്തിട്ടുണ്ട്, സത്യേന്ദ്ര ജെയിനിന്. സത്യേന്ദ്ര ജെയിൻ കുറെ കാലം ജയിലിലായിരുന്നല്ലോ. അതെ. അപ്പോൾ സത്യേന്ദ്ര ജയിൽ എന്ന് പറഞ്ഞാലും കറക്റ്റ്. അപ്പോൾ സത്യേന്ദ്ര ജെയിനും ഇത് കൊടുത്തിട്ടുണ്ട് എന്നാണ് സ്വാതി പറയുന്നത്. സംസ്ഥാനത്ത് ഒരു പദവിയിൽ ഇരിക്കാത്തവർക്കും ഇങ്ങനെ വീടുകൾ കൊടുത്തിട്ടുണ്ട്. മനീഷ് സിസോദിയയുടെ വീട് സെക്ടർ 39-ലാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി വിവരമുണ്ട്. ജെയിൻ്റെ ബംഗ്ലാവ് 926, സിസോദിയയുടെ ബംഗ്ലാവ് 960. രണ്ടും സെക്ടർ 39, ഏതാണ്ട് അയൽപക്കം എന്നൊക്കെ പറയാം. ഒന്ന് 960, മറ്റേത് 926. ഒരേ അവന്യൂ ആയിരിക്കും. നടന്നു പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കാണാമായിരിക്കും. അപ്പോൾ നമ്പറും അവൈലബിൾ ആണ് സിസോദിയയ്ക്കും സത്യേന്ദ്ര ജെയിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പഞ്ചാബിൽ വന്ന് തമ്പടിച്ച് അവിടെ അഴിമതി നടത്തി ഇല്ലേ? ആപ്പിന് വേണ്ടിയും സ്വന്തം നിലയ്ക്കും ഒക്കെ സുഖമായി ജീവിച്ച് അഴിമതിയൊക്കെ നടത്തി ജീവിക്കുന്നു. ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത്, കെജ്രിക്ക് കൊടുത്തിട്ടുള്ളത് 2 ഏക്കറിൽ കൊട്ടാരമാണ്, സെക്ടർ 2. കഴിഞ്ഞ മാസം അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു. അപ്പോൾ അയാളിപ്പോൾ താമസിക്കുന്നു. അയാൾ ഡൽഹിയിൽ പോലും MLA അല്ല, കെജ്രിവാൾ അല്ല. അപ്പോൾ സ്വാതി പറയുന്നു അത് ക്യാമ്പ് ഓഫീസ് അല്ല. ക്യാമ്പ് ഓഫീസാണെങ്കിൽ എന്തുകൊണ്ട് ജനത്തിന് പ്രവേശനമില്ല? അകത്തു നിന്ന് പൂട്ടി. 4 വർഷം ഭഗവത് സിംഗ് മാൻ അവിടെ എത്ര യോഗം നടത്തി എന്ന് തുറന്നു പറയണം. കെജ്രിവാൾ താമസിക്കുന്നു, അവിടെ പോയിട്ടാണ് ഭഗവത് സിംഗ് മാൻ ഉത്തരവുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്ര യോഗം അവിടെ നടത്തി എന്ന് ഭഗവത് സിംഗ് മാൻ പറയട്ടെ. അപ്പോൾ ഈ 6 ഫ്ലാഗ്സ്റ്റാഫ് റോഡ് ഡൽഹിയിൽ, അവിടെ ഒരു സീസ് മഹൽ ഇയാളുണ്ടായിരുന്നല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ കുറേയും കൂടി 6 വർഷം കെജ്രിവാൾ അവിടെ താമസിച്ചു. അതിൻ്റെ കുറേയും കൂടി കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2023 മെയ്യിലാണ് അതിൻ്റെ വിവരങ്ങൾ ചോർന്ന് വരാൻ തുടങ്ങിയത്. അതിൻ്റെ അകത്ത് വലിയ കക്കൂസ് ഉണ്ടാക്കുക അല്ലേ, കർട്ടനുകൾ ഇടുക, അങ്ങനെ. പണ്ട് ഈ ചെഷസ്ക്യൂ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ചെഷസ്ക്യൂവിൻ്റെ വിവരങ്ങളൊക്കെ കുറേ വന്നിരുന്നില്ലേ, സ്വർണ്ണ കമ്മോടൊക്കെ കക്കൂസിൽ. അതുപോലെ തന്നെ ഈ ജയലളിതയുടെ ഇല്ലേ കുറേ വിവരങ്ങൾ, ചെരുപ്പുകളുടെ ഒക്കെ. പിന്നെ ഈ ഫെർഡിനാൻഡ് മാർക്കോസ് ഔട്ടായല്ലോ ഫിലിപ്പൈൻസിൽ. അപ്പോൾ ഭാര്യയുടെയും അയാളുടെയൊക്കെ ഇതുപോലെ ആഡംബരം, സ്വർണ്ണ ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ 45 കോടി രൂപ ചിലവാക്കിയിട്ടാണ് അത് പുനരുദ്ധരിച്ചത്. ആദിഷി മർലേനയ്ക്ക് പിന്നീട് അത് കൊടുക്കുമ്പോൾ PWD അവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് ഇതിൻ്റെ ഇൻവെൻ്ററിയുടെ ഒരു ലിസ്റ്റ്, അതിൻ്റെ അകത്തുള്ള വസ്തുക്കളുടെ ഒരു പട്ടിക ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് 16 ടെലിവിഷൻ സെറ്റുകളുണ്ട് ആശീഷ് മഹലിൽ. പിന്നെ ജനാല കർട്ടനുകൾക്ക് 4 കോടി രൂപ ചിലവായി. പിന്നെ ഫുൾ ബോഡി മസാജിനുള്ള കസേരകൾ അവിടെ ഉണ്ട്. കസേരയിൽ ഇരുന്ന് കൊടുത്താൽ മതി, ഫുൾ ബോഡി മസാജ് നടക്കും. പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ടോട്ടോ സ്മാർട്ട് ടോയ്ലറ്റ് സീറ്റുകളാണ്. ഭയങ്കര ടോയ്ലറ്റ് സീറ്റാണ്, തന്നെത്താനെ റിമോട്ടിൽ ഒക്കെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും ടോയ്ലറ്റ് സീറ്റുകൾ. ഫുള്ളി ഓട്ടോമാറ്റിക് ടോട്ടോ സ്മാർട്ട് ടോയ്ലറ്റ് സീറ്റുകൾ. ഓട്ടോമാറ്റിക് ഓപ്പൺ ആൻഡ് ക്ലോസ് സീറ്റ്, തന്നെത്താനെ തുറക്കാം. പിന്നെ സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ കക്കൂസിലെ സീറ്റുകളിൽ. അപ്പോൾ വയർലെസ് റിമോട്ട് ഉണ്ട് അതിന്. ഓട്ടോ ഫ്ലഷിങ് ഉണ്ട്, തന്നെത്താനെ ഫ്ലഷ് ചെയ്യും. ഡിയോഡറൈസർ എന്ന് പറഞ്ഞാൽ നാറ്റമൊക്കെ മാറ്റാൻ. എപ്പോഴും അവിടെ സുഗന്ധപൂരിതം ആയിരിക്കും കക്കൂസ്. ചിലപ്പോൾ അവിടെ ആയിരിക്കും പോയി കിടക്കുന്നത് അല്ലേ രാത്രി. അപ്പോൾ ഒരു സീറ്റിന് 10-12 ലക്ഷം രൂപ വരും എന്നാണ് കണക്ക്. പിന്നെ 13,000 ചതുരശ്ര അടി ആണ് ആ ബംഗ്ലാവ് ശീഷ് മഹൽ. ഇതിനെയൊക്കെ വെല്ലുന്നതാണ് ഈ 2 ഏക്കറിലെ ഇപ്പോൾ സെക്ടർ 2 ചണ്ഡീഗഡിൽ ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന 7 നക്ഷത്ര ബംഗ്ലാവ് കെജ്രിവാളിന്. എന്തായാലും ഒരു ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.